എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി കിടക്കുന്ന റൂമിൻ്റെ പരിസരത്തൂടെയൊക്കെ ആൾക്കാർ വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. അന്നേരം അകത്ത് നിന്ന് സിസ്റ്റർ ചോദിക്കുക, എന്താ ഇവിടെ എന്താ കാര്യം, നിങ്ങളങ്ങ് പൊയ്ക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും അവർ അവിടെ കിടന്ന് ചുറ്റുന്ന കാണുമ്പം വൈജയന്തി ചോദിക്കും, എന്താ പുറത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് കുറച്ച് പേര് കയറി വരും. അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, നഴ്സ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അവർ ചോദിക്കുകയാണ്, ഈ കിടക്കുന്ന മേഡത്തിൻ്റെ മകനല്ലേ ഒരു പെൺകുച്ചിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലുള്ളത്. എന്നാലും കഷ്ടമാണ് കേട്ടോ, നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ആയിട്ട് മകനെ ഈ രീതിയിലാണ് വളർത്തി വലുതാക്കി വിട്ടേക്കുന്നത്. പെൺകുട്ടികളെ കണ്ടാൽ പീഡിപ്പിക്കാൻ പരുവത്തിന് ആ സ്വഭാവത്തിലാണ് വളർത്തി വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ആകെ വിഷമമാകുന്നുണ്ട് വൈജയന്തിക്ക്. അന്നേരം സിസ്റ്റർ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കുക, ഇത് ഹോസ്പിറ്റലാണ്, നിങ്ങളങ്ങ് ഇറങ്ങിക്കേ എന്ന് പറയുവാണ്. അന്നേരം കൂടെയുള്ള ഒരു സ്ത്രീ പറയുന്നുണ്ട്, കഷ്ടം, നാണമില്ലല്ലോ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്ന് കിടക്കാൻ, ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അതൊക്കെ ദേഷ്യം വന്നിട്ട് വൈജയന്തി അവരെ പുറത്താക്കി വാതിലടയ്ക്കുക, ഇറക്കി വിടുക അവരെ എന്നിങ്ങനെ പറയുവാണ്. അതൊക്കെ സിസ്റ്റർ നിങ്ങൾ ഇറങ്ങിപ്പോയത് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടിട്ട് വാതിലടയ്ക്കും. വാതിലടച്ച് കഴിയുമ്പോഴേക്കും വൈജയന്തി പറയുക, ആ ലവലാദികൾ കയറി വന്നേക്കുന്നു എന്ന്. അന്നേരം നേഴ്സ് പറയുന്നുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്ക്, ആകെ പ്രശ്നമാണ്, ഇവിടെ കിടക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി എന്ന് മുന്നേ പറയുക. അന്നേരം അത് കേൾക്കുന്ന വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. വൈജയന്തി അന്നേരം പറയുക, പിന്നെ എൻ്റെ മകൻ മാത്രമല്ലേ തെറ്റ് ചെയ്തത്, ബാക്കി എല്ലാവരും ഭയങ്കര പുണ്യാളന്മാരാണല്ലോ എന്ന് പറയുമ്പം സിസ്റ്റർ നേഴ്സ് പറയും, ആ നല്ല ന്യായമെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് എല്ലാ വിശേഷങ്ങളും, വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമെന്ന് പറയുമ്പോൾ എനിക്കൊരു പത്രം സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കും. അന്നേരം അതിനെന്താ കുഴപ്പം, ഞാൻ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോകും. എന്നിട്ടൊരു പത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം പത്രത്തിൽ മകൻ ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കാണുന്നത് ആകെ വിഷമാകുന്നു. സീരിയൽ തുടങ്ങി പിന്നെ മനസ്സറിഞ്ഞ് വൈജയന്തി ഒന്ന് കരയുന്നത് കാണിക്കുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ആകെ വിഷമാകുന്നുണ്ട്. ആ പത്രം കൊണ്ട് തന്നെ മുഖം മറിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ റൂമിലേക്ക് വരുന്ന നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു പത്രം സംഘടിപ്പിച്ച് തരാമോ എന്ന്. അന്നേരം നേഴ്സ് പറയും, അയ്യോ ഇവിടെയൊന്നും പത്രം കിട്ടില്ല, ഇത്തിരി ഒരു 1/2 കിലോമീറ്റർ അങ്ങ് പോകണമെന്ന് പറയുമ്പം ആകെ വിഷമാകും ബാലേന്ദ്രനെ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു, പുറത്ത് എവിടെയും നിൽപ്പുണ്ടോ എന്നൊന്ന് നോക്കാവോ എന്ന്. അന്നേരം നോക്കാമല്ലോ, നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഗോവർദ്ധനെയും കൊണ്ട് കയറി വരുവാണ്. എന്നിട്ട് ദേ ബൈസ്റ്റാൻഡർ വന്നു കേട്ടോ എന്ന് പറയും. അന്നേരം താൻ എവിടെയായിരുന്നോ, ഇങ്ങ് അടുത്തേക്ക് വന്നേ എന്ന് പറയും. അടുത്തേക്ക് വന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എനിക്കൊരു പേപ്പർ സംഘടിപ്പിച്ച് തരാമോ എന്ന്. അന്നേരം ഗോവർദ്ധന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും എഴുതാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിനല്ലോടോ ഇന്നത്തെ ന്യൂസ് പേപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പം, ഓ ന്യൂസ് പേപ്പറൊക്കെ ഇവിടെ കിട്ടാൻ പാടാ എന്ന് പറയും. അങ്ങനെ കിട്ടുന്നിടത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നാൽ മതി, തനിക്ക് കാറുള്ളതല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, വേണ്ട ബാലേട്ടൻ ഇന്ന് പത്രം കണ്ടാൽ ശരിയാകിയല്ല, പിന്നെ ബാലേട്ടന് പത്രം ഒന്നും മേടിച്ച് കൊടുക്കണ്ടെന്ന് അലീനയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അവളെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, പത്രത്തിൽ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല, വെറുതെ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവരതിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും വായിച്ചിട്ട് ബാലേട്ടൻ ഇനി ടെൻഷൻ ആകണ്ട, ഇവിടെ സമാധാനമായിട്ട് കിടന്നു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പൊട്ടനൊന്നുമല്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ കിടന്നുകൊണ്ട് എനിക്ക് ഊഹിക്കാൻ സാധിക്കും. ആ പത്രത്തിൽ അവർ ഓരോ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ വായിച്ച് കഴിഞ്ഞതാണ്, എന്തൊക്കെ അതിൻ്റെ അകത്ത് വരും എന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാമെന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഫോണാണ് എൻ്റെ കയ്യിലില്ല, ന്യൂസ് പേപ്പറും ഒന്ന് വായിക്കാനുള്ള നിർവാഹമില്ല, പിന്നെ എൻ്റെ ഫോൺ അവൾ കൊണ്ടുപോയത് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഇഷ്ടം പോലെ കോൾ വന്ന് കാണുമെന്ന് എനിക്കറിയാം. ഇത്രയും കാലവും എന്നെ വിളിക്കാതെ ഇരുന്നവന്മാർ വരെ വിളിച്ചിട്ടുണ്ടാകും, കാരണം അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ബാലേന്ദ്രൻ്റെ തലയ്ക്ക് പുറകിൽ നല്ലൊരു പ്രഹരം ഏറ്റിട്ടുണ്ട്, ഇനി ഉടനെ ഒന്നും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയാണ് എന്ന് അവർക്കറിയാം. അത് അവർ നല്ല രീതിയിൽ ആഘോഷിക്കും. ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവർക്കൊരു മനപ്രയാസമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ്റെ ഫോണും തരാമോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ ഫോൺ മേടിച്ച് അലീനെ വിളിക്കുക. അലീനെ ഫോൺ എടുത്ത് കഴിയുമ്പം അലീനോട് ചോദിക്കുന്നുണ്ട്, നീനെ എപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടത് എന്നൊക്കെ. അന്നേരം ഇന്നലെ രാത്രി വിട്ടു എന്ന് പറയും. അവരെന്തിനാണ് നിന്നെ അവിടെ പിടിച്ചു വെച്ചത്, എന്തായിരുന്നു അവരുടെ ആവശ്യം എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ രോഹിത്തിനും ഹരിക്കുമെതിരെ പരാതി കൊടുക്കണം എന്ന് പരാതിയായിട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാണ് അവരെന്നെ പിടിച്ചു വെച്ചതെന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എഴുതി കൊടുക്കാതിരുന്നത്, അങ്ങ് എഴുതി കൊടുക്കാൻ മേലായിരുന്നു, അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം നടക്കുകയില്ലായിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമം, അച്ഛൻ വിഷമിക്കേണ്ട, അവിടെ സമാധാനപരമായിട്ട് കിടന്നാൽ മതി, ഇവിടെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പം അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഫോൺ കിട്ടിയിട്ട് ഒന്നും കാര്യമില്ല, അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോവർദ്ധൻ അങ്കിൾ ചെയ്യുന്നതിനപ്പുറം നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് സമാധാനമായിട്ട് കിടക്ക്, ഞാൻ അങ്ങോട്ട് വരാം അച്ഛനെ കാണാനായിട്ട്, എന്നിട്ട് വിവരങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വയ്ക്കുക. അന്നേരം ബാലേന്ദ്രൻ ഏതാണ്ട് പറയാൻ തുടങ്ങുന്നുണ്ട്, എന്നിട്ട് ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിയുമ്പം ആകെ വിഷമമാട്ടോ ബാലേന്ദ്രന്. കാരണം ആകെ സിറ്റുവേഷൻസ് ആകെ മോശമാണ് എന്ന് ഇവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് ബാലേന്ദ്രന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ രേവതിക്കുട്ടിയും പത്രത്തിൽ ഈ ന്യൂസൊക്കെ കാണുന്നുണ്ട്. ന്യൂസിൽ വളരെ വിശദമായിട്ട് അലീനയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് വായിക്കുമ്പോൾ ആകെ വിഷമമാകും രേവതിക്കുട്ടിക്ക്. അതുകൊണ്ട് രേവതിക്കുട്ടി അലീനയെ വിളിക്കും. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമം വരുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് കഴിയുമ്പോൾ ആകെ സങ്കടമാണ് അലീനയ്ക്ക്. അന്നേരം ചേച്ചി എന്താ വിഷമിച്ചിരിക്കുവാണോ, ഞാനിന്ന് പത്രം വായിച്ചു, ചേച്ചി വായിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വായിച്ചു എന്ന് പറയും. അന്നേരം ആകെ സങ്കടമായില്ലേ ചേച്ചിക്ക്, ചേച്ചി അവിടെ പെട്ടുപോയല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ മോളെ, എൻ്റെ കൂടപ്പിറപ്പല്ലേ, എൻ്റെ കുടുംബമല്ലേ ഇത്, പിന്നെ ഞാൻ എങ്ങനെ ഇതിട്ടിട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുമ്പം ആകെ സങ്കടത്തോടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കാതെ, എന്തിനും ചേച്ചിയുടെ കൂടെ ഞാനുണ്ട്, ഞാൻ ചേച്ചിയെ കൈവിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് രേവതിക്കുട്ടി ഫോം വയ്ക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശിവശങ്കരനെയാണ്. ശിവശങ്കരൻ രാവിലെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. അകത്ത് മനു കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രി മൊത്തം ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ ഇരുന്നിട്ട് കിടന്ന് ഉറങ്ങിയതുകൊണ്ടാവാം ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിന്ന് ഫോൺ വിളിക്കുവാണ് ശിവശങ്കരൻ. കുറേ നേരം ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. അന്നേരം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്ന് തുറക്കാൻ പറ്റിയല്ലേ സാറേ ഗേറ്റ് എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ വിളിച്ച് കഴിയുമ്പം മനു ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പം ഞാൻ ഈ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്തുണ്ട്, നീ ഒന്ന് വന്ന് ഗേറ്റ് തുറക്കടാ എന്നിങ്ങനെ പറയുമ്പം ആരാ എന്ന് ചോദിക്കുക മനു. അന്നേരം നിൻ്റെ അച്ഛനാ എന്ന് പറയുമ്പോൾ അച്ഛനോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിനക്കെന്താ വെളിവില്ലേ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, ഞാൻ റിമോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോയി ഗേറ്റ് തുറക്കുന്നു. വണ്ടി അകത്തോട്ട് കയറി വന്ന് കഴിയുമ്പം ഡിക്കിന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മനു. അപ്പോഴത്തേക്കും അകത്തുനിന്ന് കമല ഇറങ്ങി വരും. ആരാ മനു എന്ന് ചോദിക്കുകയാണ്. പേടിച്ചായിട്ട് ഇറങ്ങി തന്നെ. അന്നേരം അച്ഛനാ എന്ന് പറയുന്നതെങ്കിലും ഇത്തിരി ആശ്വാസമാകുന്നു. എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി പറഞ്ഞ് വിടും. അന്നേരം തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് മനു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുന്നത് ആകെ വിഷമിച്ച് കമല ശിവനോട് പറയുവാണ്, ഏട്ടാ എന്നാ ചെയ്യുന്നത്, നമ്മുടെ ഹരി അവനിനി എന്ത് ചെയ്യും, അവനെ പോലീസുകാർ പിടിച്ചു വെച്ചേക്കോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറയുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് അകത്ത് ചെന്ന് കഴിയുമ്പോഴും കമല പറയുവാണ്, അവൻ്റെ കുഴപ്പം കൊണ്ടല്ലെന്നേ, അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ അവനെ വിളിച്ചുകൊണ്ട് പോയി അവനെ ചതിച്ചതാ, അല്ലാതെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്, അവന് ചതി പറ്റിയതാ എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് മനുവിനെ. മനു അകത്തോട്ട് കയറി വരുമ്പോൾ ഇതല്ലേ കേൾക്കുന്നത്. മനുവിനെ ഇങ്ങനെ കുറച്ച് സൂക്ഷിച്ച് നോക്കിയേക്കും കമല. മനു പൊട്ടിത്തെറിക്കുക എന്നറിയാനായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും ശിവൻ്റെ പുറകെ ഓടിച്ചല്ലോ. എന്നിട്ട് ഇവനുണ്ടല്ലോ, ഇവന് ഒരു തവണ പോലും ആ ഹരിയെ ഒന്ന് കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല, ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ അലീനെ രക്ഷിക്കാനായിട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അന്നേരം ഞാൻ വിട്ടില്ല, അതുകൊണ്ടാണ് ഇവൻ പോകാതിരുന്നത് എന്നൊക്കെ പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അമ്മ വിടാത്തത് കൊണ്ടൊന്നും അല്ല ഞാൻ പോകാതിരുന്നത്, ഞാൻ പോയിട്ടും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. എനിക്ക് മുന്നേ ഗോവർദ്ധൻ അങ്കിൾ അവിടെ ചെന്നായിരുന്നു, അങ്കിളിനെ പോലും അവളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല പോലീസുകാർ. പിന്നെ ഞാൻ പോയിട്ട് കാര്യമുണ്ടോ, ഹരിയുടെ ചേട്ടനല്ലേ മനു, അപ്പോൾ ആ സ്ഥിതിക്ക് ഒരിക്കലും കാണിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്, അല്ലാതെ അമ്മ പേടിച്ചിട്ടല്ല എന്ന് മനു പറയുന്നുണ്ട്. അന്നേരം പിന്നെയും ശിവൻ ചോദിക്കുക, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലേടാ എന്ന്. അന്നേരം ഞാൻ എന്ത് ചെയ്യാനാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്, ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. എന്നിട്ട് മനു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ അമ്മയെ കൂട്ടിക്കോ, അച്ഛനും കൂടെ അങ്ങ് ചെല്ലേ, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മോനെ രക്ഷിച്ചുകൊണ്ട് പോവാ. ഈ അമ്മ പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിച്ച് അവനെ ഒത്താശ ചെയ്ത് കൊടുത്തല്ലേ, മോനെ വെളുപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി. എന്നിട്ടും അമ്മയ്ക്ക് മതിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കമല പറയുക, അവന് ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുകയില്ല, അവൻ ആകെപ്പാടെ അലീനെ രക്ഷപ്പെടണമെന്ന് മാത്രമല്ലേ ഉള്ളൂ, ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ അവിടുന്ന് രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മനു ചോദിക്കും, അമ്മ എന്നെ ഉദ്ദേശിച്ചായി പറയുന്നേ, അലീനെ അവിടെ പിടിച്ചു വെക്കാനുള്ള യാതൊരു റൈറ്റ്സും പോലീസുകാർക്കില്ല, എന്നിട്ടും അവളെ അവിടെ പിടിച്ചു വെക്കാൻ പോലീസുകാർ ശ്രമിച്ചു. പിന്നീട് രേവതിക്കുട്ടിയുടെ അവിടുത്തെ ഗ്രേസിയമ്മയും മാമിച്ചായനും ഒക്കെ അവരുടെ റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്താണ് DYSP വന്ന് അവളെ ഇറക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയുമ്പം ശിവൻ അന്നേരം ചോദിക്കുക, എന്നാൽ നമുക്ക് ആ വഴിയൊന്ന് ശ്രമിച്ചാലോ, DYSP പോയി നമുക്കൊന്ന് കണ്ടാലോ അവർ മുഖാന്തരം, എന്നിട്ട് ഹരിയെ ഇറക്കിക്കൊണ്ട് വന്നാലോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് 100% അവർക്ക് ബോധ്യം ആയതുകൊണ്ടാണ് അവർ പോയി ഇടപെട്ടതും അലീനെ ഇറക്കിക്കൊണ്ട് വന്നതും, അല്ലാതെ എല്ലാ കാര്യങ്ങളിലും അവർ കയറി ഇടപെടത്തൊന്നുമില്ല. അച്ഛൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും, അമ്മ പറയുന്ന കള്ളങ്ങളെല്ലാം തൊണ്ട തൊടാതെ അച്ഛനും വിഴുങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് മനു പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ്. അന്നേരം
കമല പറയുവാണ്, ഇവന് കുടുംബത്തോട് കൂറില്ല, തിന്ന ചോറിനോട് പോലും കൂറില്ലാത്ത, കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്ത ഒരുത്തനാ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറ്റം പറയും. അന്നേരം ദേഷ്യം വന്നിട്ട് മനു പറയുന്നുണ്ട്, അയ്യോ അമ്മയുടെ മോൻ ചീത്തയായി പോയതിനെല്ലാം കാരണം ഞാനാണല്ലോ. അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു, അവൾ കാരണം അമ്മയുടെ മോൻ ചീത്തയായി പോയി, അവൾ കാരണം അമ്മയുടെ മോൻ പോലീസ് സ്റ്റേഷനിലായി, അവൾ കാരണം ഇനി അവൻ ശിക്ഷിക്കപ്പെടാൻ പോകുന്നതും എന്നൊക്കെ പറഞ്ഞ് കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങ് പോയി കഴിയുമ്പം ശിവൻ ചോദിക്കും, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അന്നേരം അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് അവനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കാമെന്ന് പറയുവാണ് കമല. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പീഡനം എന്ന് പറയുന്ന കാര്യം ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്നൊന്നും അല്ലല്ലോ, 5 or 6 പീഡനം നടക്കുമ്പോഴാണ് ഏതെങ്കിലും ഓരോണം ഒന്ന് പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇതിമാത്രം ടെൻഷൻ അടിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും അതൊന്നും വലിയതായിട്ട് കമലയ്ക്ക് തോന്നുന്നില്ല. കമല വീണ്ടും അതിനെ ചെറുതായി കാണുക. ഇത് കണ്ടിട്ട് കലിച്ച് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. ആ പ്രമോയിലും ഒരു നാണോ മാനോ ഇല്ലാതെയാണ് കമല സംസാരിക്കുന്നത്. പീഡനമൊന്നും വലിയ പ്രശ്നമല്ലാത്ത രീതിയിലാണ് കമല സംസാരിക്കുന്നത്. അതുപോലെ അലീനെ ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി സഹായിച്ചത് DYSP ആണല്ലോ. അതുകൊണ്ട് ഇനി അലീനെ കൊണ്ട് പറയിപ്പിച്ച് DYSPയോട് പറയിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും രോഹിത്തിനെയും അതുപോലെ ഹരി ഇറക്കാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ശിവൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചച്ചും വിളിച്ച് സംസാരിക്കുവാണ് മനുവിനോട്, നീ പറഞ്ഞ അലീനെ കേൾക്കുകയില്ലെന്ന്. അലീനെ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് അലീനയ്ക്ക് അറിയുള്ളൂ. ഇനി മറ്റവന്മാരെ രക്ഷിക്കാനോ അലീന എന്താ ചെയ്യുമെന്ന് പറ. പിന്നെ ദേഷ്യം വരുന്നുണ്ട് മനുവിനോട്ടോ ഇതൊക്കെ കേൾക്കുമ്പം. പിന്നെ അലീന ബാലേന്ദ്രനോട് വന്ന് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ആകെ ടെൻഷനിലും വിഷമത്തിലുമൊക്കെയാണ്. അന്നേരം അച്ഛൻ വിഷമിക്കേണ്ട, നമുക്കിതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം, പുറത്തിറങ്ങിയാലും അച്ഛനൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അച്ഛൻ സമാധാനത്തോടെ ഇവിടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ആശ്വസിപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.